Hey guys, welcome back to another video. Ranjit here. So upcoming degree level preliminary examination തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. സോ ബേസിക്കലി ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഓരോ ഫേസുകളുടെയും ഡേറ്റ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ആദ്യ ഫേസിലേക്ക് അറൗണ്ട് ഒരു 30 days ആണ് ഇനി നമ്മൾക്ക് മുൻപിലുള്ളത്. ഈ ഒരു ഘട്ടം വരെ പല രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്തിരിക്കാം. ഈവൻ മെയിൻസ് എക്സാമിനേഷനൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ലോങ് ടേമിൽ പ്രിപ്പറേഷൻസ് ചെയ്തു വന്ന ആളുകളുണ്ടാകാം. ഒരല്പം റാൻഡം ആയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്ത ആളുകളൊക്കെ ഉണ്ടാകാം. എനിവേ നിങ്ങൾക്ക് മുൻപിലുള്ള ഈ ഒരു സമയം ഉപയോഗിച്ചുകൊണ്ട് വളരെ സ്മാർട്ടായിട്ട് ഈ ഒരു എക്സാമിനേഷന് തയ്യാറെടുപ്പ് നടത്തി വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹൈ ഈൽഡ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും ടൈം ഷെഡ്യൂളുമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് അബൌട്ട് എ 180 hours ചലഞ്ച്. ഒരു 180 മണിക്കൂർ നിങ്ങൾക്ക് പ്രിലിംസിൻ്റെ എക്സാം പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഈ ഒരു ഘട്ടം മുതൽ അത്തരത്തിൽ മാറ്റിവെക്കാൻ സാധിക്കുകയാണെങ്കിൽ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായും കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എനിവേ വിത്തൗട്ട് ഫോർ ദ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യമായിട്ട് 180 hours ഓഫ് ഇൻറ്റൻസീവ് പ്രിപ്പറേഷൻ, അതാണ് നമ്മൾ ഈ ഒരു പ്ലാനിലൂടെ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് 180 hours പഠിക്കുക എന്നുള്ളതല്ല, അത് ഏറ്റവും ഇൻറ്റൻസീവായിട്ട് ചെയ്യാൻ സാധിക്കണം. നമ്മുടെ മുൻപിലുള്ള ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് 30 days ലെഫ്റ്റ് ഫോർ phase 1. ആദ്യ ഫേസിലേക്ക് ഇനിയും 30 ദിവസമുണ്ട്. ബട്ട് സ്റ്റോപ്പ് കൗണ്ടിങ് ദ ഡേയ്സ്. ഈ ദിവസങ്ങൾ എണ്ണുകയല്ല വേണ്ടത്, മറിച്ച് മേക്ക് എവറി സിംഗിൾ അവർ കൗണ്ട്. മുൻപിലുള്ള ഓരോ മണിക്കൂറും വളരെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ്. ഈ 180 മണിക്കൂർ നിങ്ങളുടെ കൈവശമുണ്ട് എങ്കിൽ ഈ 180 മണിക്കൂറിൻ്റെ പഠനം വളരെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ പ്രിപ്പറേഷൻ പ്ലാനിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് പ്രിലിമിനറി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു റിയാലിറ്റിയും നമ്മൾക്ക് മുൻപിൽ വന്നേക്കാവുന്ന ചലഞ്ചസിനെ കുറിച്ചും വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമ്മൾക്ക് വേണം. ഒന്നാമതായിട്ട് പറയാനുള്ള ഒരു കാര്യം, യെസ് ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ക്വാളിഫയിങ് എക്സാമിനേഷൻ. നമ്മൾ മുൻപും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ്. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി ക്വാളിഫയിങ് എക്സാമിനേഷൻ. സാമാന്യം നല്ല നിലവാരത്തിലുള്ള, മേ ബി സാമാന്യം നല്ല ഡിഫിക്കൽട്ടി ലെവലിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ്. ഇപ്പോൾ 10th ലെവലിലൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് പോലെ വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് അങ്ങനെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. ആ ഒരു റിയാലിറ്റി നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇനി മറ്റൊരു വസ്തുത, ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ്, പ്രത്യേകിച്ച് കോമൺ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ എന്നുള്ളത് നിങ്ങളുടെ നോളജ് മാത്രം മെഷർ ചെയ്യുന്ന ഒന്നല്ല. ടൈം കൺസ്ട്രെയിൻഡ് ആയിട്ട് ആ ഒരു സമയത്ത് നിങ്ങളുടെ എക്സിക്യൂഷൻ കേപ്പബിലിറ്റി എങ്ങനെയാണ് എന്ന് കൂടി മെഷർ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല ഘട്ടങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്, ദിസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് സിലബസ് കംപ്ലീഷൻ. സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ആ എക്സാം ഡിമാൻഡ് ചെയ്യുന്നത് വളരെ ക്വാളിറ്റിയുള്ള ഒരു പ്രിപ്പറേഷനാണ്. അത് ആദ്യമായിട്ട് മനസ്സിലാക്കുക. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള എഫേർട്ട് ഉണ്ട് എങ്കിൽ അതാണ് റിസൾട്ടിലേക്ക് മാറുക. അത് വളരെ വ്യക്തമായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. സോ ഈ റിയാലിറ്റിയും ചലഞ്ചസും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതല്ല എങ്കിൽ നമ്മൾ ഈ സിലബസ് ബേസ് ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങൾ പഠിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ എക്സാം റെഡി ആയിരിക്കില്ല. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ 180 മണിക്കൂറിൻ്റെ ഒരു പഠനം എന്ന് പറയുമ്പോൾ എവറി അവർ മസ്റ്റ് പ്രൊഡ്യൂസ് ഔട്ട്പുട്ട്. അവിടെയുള്ള ഓരോ മണിക്കൂറും ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പര്യാപ്തമായ രീതിയിലുള്ള ഒന്നായിരിക്കണം. അത്തരത്തിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് ചെയ്യേണ്ടത്. മേക്ക് എവറി സിംഗിൾ അവർ കൗണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ സ്മാർട്ടായിട്ടുള്ള ടോപ്പിക് സെലക്ഷൻ വേണം. അതായത് മാർക്സിൻ്റെ വെയിറ്റേജ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതോടൊപ്പം തന്നെ റിട്ടേൺ, അതായത് നമ്മൾ എത്രമാത്രം സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിൽ നിന്നും നമ്മൾക്ക് എന്ത് റിട്ടേൺ ലഭിക്കും, ഈ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് മാത്രം വളരെ സ്മാർട്ടായിട്ട് ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, പ്രിപ്പയർ ടു ദി റിക്വയർഡ് എക്സാം ലെവൽ. അതായത് പലരും ഇപ്പോഴും ചെയ്യാറുള്ള ഒരു മിസ്റ്റേക്കാണ്, ഇപ്പോൾ റാങ്ക് ഫയലിലൊക്കെയുള്ള ചില ടോപ്പിക്കുകൾ എടുത്തുകൊണ്ട് കൺവെൻഷണൽ രീതിയിലൊക്കെ ഓരോ ടോപ്പിക്കുകൾ പഠിക്കും. എക്സാമിനേഷൻ സമയത്ത് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ പഠിച്ച കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ലെവലിലായിരിക്കും ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക. ഇത് സംഭവിക്കുന്നത് നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ആ ടോപ്പിക്കുകൾ ഈ ഗ്രാജുവേറ്റ് നിലവാരത്തിനൊത്ത് ഉയർന്നതാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് നിങ്ങൾ ഓരോ ടോപ്പിക്കുകളെയും സമീപിക്കുന്നത് എന്ന ഒരു വ്യക്തത നിങ്ങൾക്ക് വേണം. അത് ഉറപ്പിച്ചിരിക്കണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ഇൻ കേരള എന്നൊരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ 10th ലെവലിൽ നിങ്ങൾ പഠിക്കുന്നത് പോലെയല്ല ആ ടോപ്പിക്കിനെ ഗ്രാജുവേറ്റ് നിലവാരത്തിൽ പഠിക്കുമ്പോൾ സമീപിക്കേണ്ടത്. അവിടെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി ഓരോ വിഭാഗത്തിലും ആ ചോദ്യങ്ങളുടെ നിലവാരം എന്താണ്, ഏത് ലെവലിൽ നമ്മൾ ഓരോ ടോപ്പിക്കുകളും പ്രിപ്പറേഷൻസ് ചെയ്തിരിക്കണം, ഈ ഒരു വ്യക്തത നിങ്ങൾക്കുണ്ടാകണം. സോ നോട്ട് ജസ്റ്റ് സ്റ്റഡി, എൻഷുവർ യു ക്യാൻ സോൾവ് ദ ക്വസ്റ്റ്യൻസ്. അതായത് നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് ഗ്രാജുവേറ്റ് നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ, അതിനുള്ളൊരു കേപ്പബിലിറ്റി നിങ്ങൾക്കുണ്ടോ എന്നതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ ഈ മണിക്കൂറുകൾ പഠിക്കുമ്പോൾ ഓരോ മണിക്കൂറും മെഷറബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് നൽകുന്ന ഒന്നായിരിക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു സിലബസിലെ ഭാഗമെടുത്ത് ഈ സിലബസിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിച്ചു എന്നുള്ള രീതിയിലല്ല നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ അളക്കേണ്ടത്. മറിച്ച്
മറിച്ച് അത് എന്തുമാത്രം ഔട്ട്പുട്ട് നൽകുന്നുണ്ട് എന്നൊരു കാര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇനി ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ പഠനം നമ്മൾക്ക് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡെയിലി എക്സിക്യൂഷൻ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചാണ്. സോ ഇവിടെ ഒരു 1 മൊഡ്യൂൾ എന്ന രീതിയിൽ നമ്മൾ പഠിക്കാനുള്ള ടോപ്പിക്കുകളൊന്ന് അറേഞ്ച് ചെയ്യുക. ഈ 1 മൊഡ്യൂൾ എന്നുള്ളത് വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ദിവസത്തെ പഠനം പ്ലാൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ ടോപ്പിക്കുകൾ മാത്രമല്ല സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സിമ്പിൾ അരിത്മെറ്റിക്കുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ടോപ്പിക് സെലക്ട് ചെയ്യും. ഇപ്പോൾ ഗ്രാമറുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ഉണ്ടാകും, GK വിഭാഗത്തിലൊരു ടോപ്പിക് ഉണ്ടാകും. സോ ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ ഒരു മൊഡ്യൂൾ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, ഐഡിയലി ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളൊരു 6 hours per day എന്ന രീതിയിലെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് തീർത്തും ആപേക്ഷികമാണ്. പല രീതിയിലായിരിക്കും നിങ്ങൾക്ക് സമയം അവൈലബിൾ ആവുക. എനിവേ, നിങ്ങൾ ഉറപ്പിക്കേണ്ടതായിട്ട് ഒരു കാര്യം, ഈ പ്രിലിമിനറി എക്സാമിനേഷൻ മുൻപായിട്ട് മിനിമം ഒരു 180 hours പ്രിപ്പറേഷൻ നിങ്ങൾക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കണം. ഈവൻ ഈ 6 മണിക്കൂറിനെയും നിങ്ങൾ 3 സ്ലോട്ടുകളായിട്ട്, അതായത് 2 മണിക്കൂറിൻ്റെ 3 സ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ഒരിക്കലും ഒരു 6 hours ലോങ് ഷെഡ്യൂൾ നമ്മൾ പ്ലാൻ ചെയ്താൽ ഒരേ ഇൻറ്റൻസിറ്റിയിൽ ഓരോ മണിക്കൂറുകളും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെ 3 സ്ലോട്ടുകളായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ 2 മണിക്കൂർ നമുക്ക് വളരെ ഇൻറ്റൻസിറ്റിയോടുകൂടി പഠിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിംഗ് ആണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഡേ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. പല സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ആളുകളുണ്ടാകാം, മുഴുവൻ സമയം പ്രിപ്പറേഷൻ അവൈലബിൾ അല്ലാത്ത ആളുകളുണ്ടാകാം. എങ്കിലും ഈ 2 hours സ്ലോട്ടുകൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇവിടെ ഈ ടൈം എത്രമാത്രം നിങ്ങൾ സ്പെൻഡ് ചെയ്തു എന്നുള്ളതല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഔട്ട്പുട്ട് എത്രമാത്രം നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സിമ്പിൾ അരിത്മെറ്റിക് വിഭാഗത്തിൽ നിന്നും പെർസെൻറ്റേജ് എന്നൊരു ടോപ്പിക്കിന് വേണ്ടി നമ്മളൊരു 1.5 മണിക്കൂർ മാറ്റി വെക്കുന്നു എന്ന് കരുതുക. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്ര സമയം ഞാൻ ഈ ഒരു ടോപ്പിക്കിന് വേണ്ടി മാറ്റി വെച്ചു അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈവൻ നിങ്ങൾക്ക് 20 minutes കൊണ്ട് അവിടെയുള്ള കോൺസെപ്റ്റുകളെല്ലാം പഠിക്കാൻ സാധിച്ചാൽ പോലും ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഫൈൻ. ഈ രീതിയിലാണ് നിങ്ങൾ ടോപ്പിക്കുകൾ അലോക്കേറ്റ് ചെയ്യേണ്ടതും അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതും. ഇനി അടുത്തതായിട്ട് സ്മാർട്ട് ടോപ്പിക് സെലക്ഷൻ ആൻഡ് ടൈം അലോക്കേഷൻ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. ഈ കോമൺ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ആ സിലബസിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതായത് നമ്മൾ അവിടെ വളരെ സ്മാർട്ടായിട്ടാണ് ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ ഈവൻ ഒരു 40% ഓഫ് ദ ടോപ്പിക്സ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ 70 to 80% മാർക്സ് നമ്മൾക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് അവിടെയുള്ള വെയിറ്റേജ് ഉള്ളത്. അത് വളരെ സ്മാർട്ടായിട്ട് ചെയ്യുക. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ചുള്ള റിട്ടേൺ. അത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ ചെയ്യാറുള്ള ഒരു മിസ്റ്റേക്കാണ് ഈ സിലബസ് കംപ്ലീഷൻ്റെ പേടിയിൽ അങ്ങനെ ഒരു ടോപ്പിക്കുകളും വിടാതെ എല്ലാ ടോപ്പിക്കുകളും വാരി വലിച്ച് പഠിക്കുക എന്നുള്ളത്. ഒരിക്കലും നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ്. നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ തന്നെ മേ ബി നിങ്ങൾക്ക് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മൾ അവിടെ റിക്വയർ ചെയ്യുന്നൊരു കാര്യം എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ആ ടോപ്പിക്കുകൾക്കനുസരിച്ച ക്വാളിറ്റിയിലവ പ്രിപ്പറേഷൻസ് ചെയ്തിരിക്കണം. അതാണ് നമ്മൾ രണ്ടാമതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള പോയിന്റ്. ക്ലിയർ എക്സാം ലെവൽ അപ്രോച്ച് ആയിരിക്കണം. ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുന്നു, അത് റാങ്ക് ഫയലോ ഏതെങ്കിലും ഒരു റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഡിഗ്രി ലെവൽ എക്സാമിനേഷന് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ, അതിൻ്റെ നിലവാരത്തിന് ഉയർന്ന പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുക. അതിനനുസരിച്ച് ആ ടോപ്പിക്കുകളും മെറ്റീരിയൽസും സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഈ 180 hours നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം, അറൗണ്ട് ഒരു 90 hours അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫ് നമ്മൾക്ക് പറയാം, അത് ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടിയും ഹൈ ഈൽഡ് ടോപ്പിക്കുകൾ, അതായത് GK വിഭാഗത്തിൽ മേ ബി ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി, ഈ വിഭാഗങ്ങൾ ഇത് ആഡ് ചെയ്താൽ തന്നെ 70% ഒരു ഷെയറായി. അത് വളരെ വ്യക്തമായിട്ട് പഠിക്കുക. സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് റിമൈനിങ് ആയിട്ടുള്ള GK ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക, എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുക. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ നമ്മുടെ 30-day പ്ലാനിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ നിങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഡെയിലി പ്രാക്ടീസ് ആണ്. അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട, മേ ബി ഈവൻ 10 to 15 ക്വസ്റ്റ്യൻസ് എങ്കിലും ഡെയിലി പ്രാക്ടീസിന് വേണ്ടി സമയം മാറ്റി വെക്കുക, അത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് വേണ്ടത് എക്സാം റെഡിനെസ് ആണ്, സിംപ്ലി സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതല്ല. അങ്ങനെ നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്താലും ഞാൻ മുൻപ് മെൻഷൻ ചെയ്തതുപോലെ പല ഉദ്യോഗാർത്ഥികൾക്കും സംഭവിക്കാറുള്ളൊരു കാര്യമാണ്. അത്തരത്തിൽ വളരെയധികം സമയമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പറേഷൻസ് ചെയ്യും, സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എക്സാമിനേഷൻ സമയത്ത് കംപ്ലീറ്റ്ലി സർപ്രൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഷോക്ക്ഡ് ആയിട്ട് മാറും. അത് ആ എക്സാമിനേഷൻ നേരിടേണ്ട ഒരു എക്സിക്യൂഷൻ എബിലിറ്റി ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടാണ്. അതിനുവേണ്ടി ഡെയിലി പ്രാക്ടീസ് ഉൾപ്പെടുത്തുക, പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻ. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരിക്കലും ഒരുപാട് ദിവസത്തെ റിവിഷൻ ഒന്നും ഇനി എക്സാമിനേഷൻ മുൻപായിട്ട് ലഭിക്കുകയില്ല. അതിൻ്റെ ആവശ്യവും യഥാർത്ഥത്തിലില്ല. പീരിയോഡിക് ആയിട്ടുള്ള ഒരു റിവിഷനും കൂടി നിങ്ങൾ നിങ്ങളുടെ പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുക. ഇതും നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആൻഡ് വാട്ട് ദീസ് 180 hours ഷുഡ് ബിൽഡ്. ഈ 180 hours എന്തായിരിക്കണം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. ഒന്നാമതായിട്ട് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കണം. ഒരിക്കലും കോംപ്ലേസൻ്റ് ആയിട്ട് വളരെ ലേസി ആയിരുന്നു കൊണ്ട് 180 മണിക്കൂർ പഠിക്കുക എന്നുള്ളതല്ല. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ആ ഒരു രീതിയിൽ ഹൈ ഇൻറ്റൻസിറ്റിയോടുകൂടി ഓരോ മണിക്കൂറും ഉപയോഗിക്കുക. ഹൈ വാല്യൂ ടോപ്പിക്കുകൾ പഠിക്കുക. അത് തന്നെ ക്വാളിറ്റി കംപ്ലീഷൻ ചെയ്തിരിക്കണം. ഒരു ടോപ്പിക് എടുത്ത് അതിൻ്റെ പെരിഫറൽസ് മാത്രം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതല്ല.
ഞാൻ മുൻപ് മെൻഷൻ ചെയ്തതുപോലെ മുൻപിലുള്ളത് ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ് എന്ന് മനസ്സിലാക്കി അതിനൊത്ത് ഉയർന്ന ആ നിലവാരത്തിൽ ഈ ടോപ്പിക്കൽ കംപ്ലീറ്റ് ചെയ്യുക. അവിടെ നിങ്ങൾ ചില ടോപ്പിക്കുകൾ സ്കിപ്പ് ചെയ്താലും ദാറ്റ് ഈസ് ടോട്ടലി ഫൈൻ. ബട്ട് പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ അങ്ങേയറ്റം ക്വാളിറ്റിയിൽ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഫോക്കസ് ഓൺ മാർക്സ്, ഹൈ ഈൽഡ് ഏരിയാസ്. മാർക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ഹൈ ഈൽഡ് ഏരിയകൾ പിക്ക് ചെയ്ത് പഠിക്കുകയും വേണം. ആൻഡ് ഡെവലപ്പ് സ്ട്രോങ് എക്സിക്യൂഷൻ എബിലിറ്റി. വളരെ സിമ്പിളാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഡെയിലി ഒരു മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ സ്മാർട്ടായിട്ട് നിങ്ങളുടെ പ്ലാനിൻ്റെ ഭാഗമായി തന്നെ ഉൾപ്പെടുത്തി അത്തരത്തിൽ വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം. പ്രിപ്പറേഷൻ എന്നത് മാത്രം മതിയാവില്ല. വളരെ വ്യക്തമായിട്ട് ആ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിനേഷനിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കൂടി സാധിക്കണം. ഇൻ സിമ്പിൾ വേർഡ്സ്, നിങ്ങൾ എക്സാം റെഡി ആയിരിക്കണം. എക്സാമിനേഷന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതാൻ റെഡി ആയിരിക്കണം എന്നുള്ളതാണ്. സോ അങ്ങനെ ഏറ്റവും സ്ട്രക്ചേർഡായി ഏറ്റവും ക്വാളിറ്റിയിൽ പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. സോ അപ്കമിങ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി PSC പാഠശാല അത്തരത്തിൽ ഏറ്റവും ഇൻറ്റൻസീവായിട്ടൊരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് നൽകുന്ന രീതിയിൽ ഒരു 30-day പ്രിലിംസ് എക്സിക്യൂഷൻ ലാബ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുക. വളരെ കൺസൈസ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, അതായത് ഈ ഹൈ ഈൽഡ് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് കൺസൈസ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആണ് നമ്മൾ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുക. കൂടാതെ ദിവസേന പഠിക്കുന്ന ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് ഈ ഒരു നിലവാരത്തിലുള്ള ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റുകളും നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിരിക്കും. ചുരുക്കത്തിൽ 30 days കൊണ്ട് നിങ്ങൾക്ക് എക്സാം റെഡിനെസ് നൽകുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും ഇത്. ഈ പ്രോഗ്രാമിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭ്യമാവുന്ന പേജിൽ മുഴുവൻ ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുണ്ട്, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിൽ PL30 എന്ന് ടൈപ്പ് ചെയ്ത് ഒരു വാട്സപ്പ് മെസ്സേജ് സെൻഡ് ചെയ്യുക. മുഴുവൻ കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യു സ്റ്റിൽ ഹാവ് ഇനഫ് ടൈം. ഈ പാസ്റ്റിലുള്ള പ്രിപ്പറേഷൻ ഗ്യാപ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഈ ഒരു ഘട്ടത്തിൽ ചിന്തിക്കരുത്. ഫോക്കസ് ഓൺ വാട്ട്സ് നെക്സ്റ്റ്. ഈ 180 hours എന്നുള്ളത് ദാറ്റ് ഇസ് സ്റ്റിൽ ഇൻ യുവർ കൺട്രോൾ. ഈ ഒരു ഘട്ടത്തിൽ ആങ്സൈറ്റി അല്ല വേണ്ടത്, മറിച്ച് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എഫേർട്ടാണ്. സ്റ്റേ കൺസിസ്റ്റൻറ്റ് വിത്ത് ദ സ്റ്റഡി പ്ലാൻ, എക്സിക്യൂട്ട് റിയലി വെൽ, റിസൾട്ട് വിൽ ഫോളോ. ആൻഡ് മേക്ക് ഷുർ ടു ജോയിൻ അസ് ഓൺ ടെലിഗ്രാം ആസ് വെൽ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെയുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഈ ഘട്ടത്തിൽ ആലോചിക്കാതെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഏറ്റവും ഇൻറ്റൻസിറ്റിയോടുകൂടി പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഹാഫ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഒരിക്കലും നിങ്ങൾ നടത്തരുത്. നിങ്ങളുടെ സമയവും എനർജിയും ഒക്കെ വേസ്റ്റ് ആകും. നടത്തുന്ന ആ ഒരു പ്രിപ്പറേഷൻ ഏറ്റവും ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. സോ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിലൂടെ ആ കാര്യങ്ങൾ അറിയിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിലൂടെ തന്നെ അറിയിക്കാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.